ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് കടച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനെ കടച്ചക്കാന്നും ഷീമച്ചക്കാന്നും ഒക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് ചെത്തി മാറ്റാം. ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുവേ മുറിക്കാം. തൊലി ചെത്തുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ സ്വല്പം എണ്ണ തേച്ചിട്ടാണ് തൊലിയൊക്കെ ചെത്തുന്നതെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ കറയാവില്ല. ഇപ്പോൾ നമുക്കിത് ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ നടുവിലത്തെ ഭാഗം എടുത്ത് മാറ്റാം. അപ്പം നമുക്ക് ഇതുപോലെ ഓരോന്നിൻ്റെ നടുവിലത്തെ ഭാഗമൊക്കെ എടുത്ത് മാറ്റി എടുക്കാം. ഇതെങ്ങനെയാണ് നന്നാക്കി എടുക്കേണ്ടതെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത്. ഇനി നമുക്ക് ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറ നന്നായിട്ട് പൊയ്ക്കോളും. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ 3 ചുവന്നുള്ളി, കാന്താരി മുളക്, കറിവേപ്പില, പെരിഞ്ചീരകം. ഇതിലേക്ക് നമുക്ക് കാന്താരി മുളക് തന്നെ ചേർക്കണമെന്നില്ല. സാധാരണ പച്ചമുളകാണെങ്കിലും നമുക്ക് എടുക്കാം. അതൊക്കെ അവനവൻ്റെ എരിവിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്നുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ചുമന്നുള്ളി നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി ഈ കടച്ചക്കയൊന്ന് വെന്ത് വരട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം. കടച്ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം. അപ്പം ഞാനിതിവിടെ ഒന്ന് മൂടി വയ്ക്കുകയാണേ. ഇതിപ്പോൾ നല്ലതുപോലെ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞാനിതിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്